ഗായ്സ് എന്തായാലും നമ്മുടെ വീടിന് മുന്നിൽ തന്നെ ഒരു സൺറൈസ് നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു കാര്യം ഈ സൺറൈസ് കളിക്കാം. ഈ മസ്റ്റങ് എന്തിനാ ഇവിടെ വെച്ചതെന്ന് അറിയില്ല. എന്തായാലും ഇതിൻ്റെ എനിമിയാണ് അത് എൻ്റെ കൂടെ കളിക്കണ ആളാണ് കേട്ടോ. ഇയാളാണ് മറ്റേ ചെയ്യുന്നത് ആദ്യം തന്നെ. ഇയാൾ തോറ്റാൽ നമുക്ക് നന്നായി കേട്ടോ. മനസ്സിലായ? ഞാൻ തോൽക്കില്ലേ? മനസ്സിലായോ? എന്തായാലും നമുക്കിവിടെ മറ്റേ സൺറൈസ് കളിക്കാട്ടോ. അതെനിക്ക് ഇത്രയും കൂടെ നല്ലത്. ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ സ്പിന്നറിന് ചെറുതായിട്ട് രക്ഷപ്പെടുന്ന ഇത് മറ്റേ വിൻഡ് വില്ലെടുത്ത് തോന്നിയിരിക്കുന്നു. ഈ വിൻഡ് വില്ല് എന്ത് ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്? ഈ സൺറൈസ് ഉണ്ടാക്കിയത് പൊട്ടറാണ് ഗൈസ്. ഇവിടെ എന്തൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ആരെങ്കിലും വീണാൽ പിന്നെ പണിയാവും. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സൺറൈസ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഈ വിൻഡ് വില്ല് എന്താണിത്? ഇവിടെ കണ്ടെയ്നറും കടന്ന് തിരിയുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. വേഗം പോയോ. ചെറുതായിട്ടൊന്നും പറ്റിയുണ്ട്. അത്രക്കൊന്നും പറ്റിയില്ല. വെറുതെ ഫ്രണ്ട് നോക്കി നമുക്ക് ഇവിടുന്ന് മാസ് എൻട്രി. ഇത് സത്യമായി എൻട്രി ഒന്നും ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. വേഗം സൺറൈസ് പോയിട്ട് കംപ്ലീറ്റ് ആക്കാം. നമുക്ക് വേഗം കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അയ്യോ വീണന്നെ ഗൈസ്. അവനിപ്പോൾ വീണാൽ മതിയായിരുന്നു. ഞാനൊന്നും വീടില്ലടാ ഗൈസ്. അവൻ വീടിനെന്ന് പറയുന്നുണ്ട്. അതൊന്നും പൊട്ടണം കേട്ടോ. ഞാൻ പൊട്ടനല്ല, ഞാൻ ബുദ്ധിമാനാണ്, എല്ലാമാണ്. ഞാനിപ്പോൾ നോക്കിയോ എങ്ങനെയാണ് സൺറൈസ് ജയിക്കാൻ പോകുന്നത് നോക്കാമല്ലോ ഗൈസ്. ഒരു മിനിറ്റ്, നമ്മൾ ഇവിടെ താഴോട്ട് വീണു. ഞാൻ അപ്പളേ പറഞ്ഞല്ലോ നീ തോൽക്കുന്നത് ഗൈസ്. ഇനി എന്തായാലും നമ്മളാണ്. നമുക്ക് സൺറൈസ് കളിക്കാം കേട്ടോ. അവിടെ വേറെ ബൈക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും ഗൈസ്. ഇനി അങ്ങനെ നമ്മൾ സൺറൈസ് കളിക്കാം കേട്ടോ. ഇത് പിന്നെ ഇത്തിരി പാടാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ സ്പിന്നർ ഇതാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കേണ്ടത്. ഈ സ്പിന്നർ നല്ല ഇതാണ് കേട്ടോ. കഷ്ടമല്ല, ഈസി അത് തന്നെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. വേഗം പോവാം. അയ്യോ ഇടിച്ച് ചെറുതായിട്ട്, പക്ഷേ സ്ക്രാച്ചൊന്നും വന്നിട്ടില്ല കേട്ടാ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. വേഗം പോവാം. ഇവിടെ നിന്ന് അവിടെ വീണ് തോന്നു കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് ചാട്ടം ഉണ്ട് ഇങ്ങനെ. വേണ്ട ചാട്ടം ചാടണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. വേഗം പോവാം. ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ ചാടുന്നത്. നമുക്ക് ഇവിടെ നിന്ന് സൂക്ഷിക്കണം. അതായിരിക്കും ഇത്രയും കൂടെ നല്ലത്. നമുക്ക് കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ പോവാട്ടോ. ഈ കണ്ടെയ്നർ കടന്ന് തിരിയുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഔട്ടായത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നല്ല സൺറൈസ് കംപ്ലീറ്റ് ആക്കി മതി. ഒരു ധൃതിയില്ല. ഇത് വരുമ്പോഴേക്കും നമുക്ക് റിവേഴ്സ് എടുത്ത് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ പണിയാവും. അല്ല, ഇത് ട്രെയിൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് JCB തൂക്കി തന്നു. ഇവിടെ നിന്നാണെങ്കിൽ എനിക്കൊന്നും കാണുന്നില്ല. ഇവിടെ ഫുള്ള് ചെടിയും മരമൊക്കെയാണ്. ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. വേഗം പോവാ. പക്ഷേ ഇവിടെ മരങ്ങളുള്ളതുകൊണ്ട് വേഗം പോകാൻ പറ്റൂല. അതാണ് എനിക്ക് എന്തോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം. വേഗം പോവാ. അയ്യോ ഇവിടെ അത്രക്കൊക്കെ നന്നായി കാണുന്നുണ്ട്. നമുക്ക് വേഗം പോവാം കേട്ടോ. ഇവിടെ നിന്ന് ചെറുതായിട്ട് കാണില്ല. അങ്ങനെയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. വേഗം പോവാ. ഇവിടെ നിന്ന് ബീച്ച് എത്തിയപ്പോഴേക്കും ബീച്ച് അവിടെ എത്തിക്കട്ടെ. ഇവിടെ നിന്നിട്ട് പാടാണ് ചോദിക്കണോ? പാടില്ല. അയ്യോ ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട്. നമുക്കതൊന്നും കാര്യമാക്കണ്ട. വേഗം സൺറൈസ് അങ്ങ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഈ എന്താണെന്നറിയില്ല, ബൈക്ക് ഫുള്ള് RGB ആയിരിക്കുന്നത്, റെയിൻബോ കളർ. നമുക്കൊരു കാര്യം ചെയ്യാം. മെല്ലെ പോവാം. ചിലപ്പോൾ ഒന്ന് ഒട്ടച്ചാട്ടം തടി അങ്ങോട്ട് പോയി പിന്നെ പണിയാം. അയ്യോ ചെറുതായിട്ടൊന്ന് ഇടിച്ചു. അത് സാരില്ല. ഇവിടെ എന്തൊക്കെ സാധനം റാമ്പ് പോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് മെല്ലെ പോയാൽ മതി. ഒരു ധൃതിയില്ല. നമുക്ക് മെല്ലെ പോവാം. ഇവിടെയും ചെറുതായിട്ടൊക്കെ ഇടിക്കുന്നുണ്ടായിരുന്നു. അത് കാര്യമാക്കണ്ടേ. ഞാൻ പുറത്ത് പോയാലോട്ട് ഇടിച്ച ഒരു പ്രശ്നമില്ല. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. വേഗം പോവാം. ഒരു മിനിറ്റ്, ഇതെന്തത്? ഇത് ഇത്തിരി പാടാണ് വിചാരിക്കണോ? നമുക്ക് മെല്ലെ പോവാം. അയ്യോ ഇവിടെ ചെറുതായിട്ട് വണ്ടി പെട്ടു. ഇല്ല വണ്ടി പെട്ടിക്കുക. നമുക്ക് മെല്ലെ പോകാൻ പറ്റും. ഇവിടെ നിന്ന് സിമ്പിളാണ്.
ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തു കിട്ടോ. ഇനി നമുക്ക് ഇതാ അപ്പോഴേക്കും ഇവിടെയും വന്നാ ഇതങ്ങനെ ചാടിക്കട്ടെ. ഈ സിമ്പിളാണ്, അതിനെ കാണും. ഇവിടെ എന്തൊക്കെ സാധനമുണ്ട്. ഇവിടെ ഇത് പാടായിരിക്കും. ഇനി വണ്ടി വിടുമോ? അയ്യോ എനിക്ക് പേടിയാവും കേട്ടോ. ഗൈസ് ഇതിൽ അത്രയ്ക്കൊന്നുമില്ല, വെറുതെ വെച്ചിരിക്കണമെന്നേ ഉള്ളൂ. അതുപോലെ കല്ല് പൊഴിയുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ റാമ്പ് അങ്ങനെ മേൽക്കിട്ടോട്ട് പോവാ. ഇവിടെ താഴെ വീണ പിന്നെ പണിയാണ് കേട്ടോ. ലാസ്റ്റ് വീണിട്ട് താഴെ വീണ അയ്യോ ഗൈസ് ഇവിടെ ഒരു കണ്ടെയ്നർ തിരിയുണ്ട്, ഞാൻ കണ്ടില്ല. ഇപ്പം വീണില്ല ഞാൻ. നമുക്കിതിനെ മെല്ലെ ഇതാക്കാം. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേഗം പോവാം. ഇവിടെ വീണ്ടും വിൻഡ് വില്ല് വന്നേ. പക്ഷേ നമുക്കിനി മെല്ലെ പോവോ. അയ്യോ ഇനിയും ജയിക്കുമോ? ഞാൻ ജയിച്ച് കഴിഞ്ഞടാ. ഇനി ഗൈസ് നമുക്ക് ഇവിടെ നിന്നും കൂടെ ഇത്തിരിയും കൂടെ പോയാൽ നമുക്കങ്ങനെ ജയിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് വേഗം പോവാം. അയ്യോ ഇവൻ കളി ജയിക്കുമോ? ജയിച്ചറേ ഞാൻ നേരത്തെ എത്ര പ്രാവശ്യം പറയും. ഇനി നമുക്ക് ഇവിടുന്ന് റാമ്പ് ചാടാം. ഞാൻ ഒരു റാമ്പിന് ചാടിക്കുക. അവിടെ എന്തൊക്കെ സാധനമുണ്ട്, അത് ഫിനിഷിങ് ലൈനാണ് തോന്നുന്നു. നമുക്ക് തന്നെ മേലെ പോയിട്ട് വേഗം നിൽക്കാം കേട്ടോ. ഗായ്സ് അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താ എഴുതിയിട്ടുണ്ടോ? എന്താണ് നോക്കട്ടെ. കംപ്ലീറ്റ് എന്നായിരിക്കും തോന്നുന്നു. നോക്കാം. കംപ്ലീറ്റ് തന്നെ ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേഗം പോവാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞത്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇത്രയും ഗോൾഡൻ കാറാണ് നമുക്ക് കിട്ടിയത്. ഇത് കണ്ടില്ലേ? പക്ഷേ ഈ ലംബോർഗിനിയുടെ ഡോർ നോക്ക്, അത് മാത്രമില്ല. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഗോൾഡൻ കാർ കിട്ടുന്നത്. ഇതേപോലെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ അപ്പോൾ.